വാട്സ്ആപ്പ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മളൊരു അൺബോക്സിംഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണ സാംസങ്ങിന്റെ ഗാലക്സി S21 FE 5G എന്ന മോഡലാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഓൾറെഡി ഇത് ഫ്ലിപ്കാർട്ടിന്റെ വക ഒരു ചെറിയ അൺബോക്സിങ് കഴിഞ്ഞാണ്, പക്ഷെ വലിയ കുഴപ്പമില്ലാതാണ് അവർ ചെയ്തത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ ബോക്സിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇതിന്റെ കൂടെ ചാർജർ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബോക്സ് ആണ് വരുന്നത്. സൈഡിൽ ഇവിടെ ഗാലക്സി S21 FE 5G എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഏത് കളറാണോ ഫോണിന്റെ ആ കളറിൽ ഒരു S സീരീസ് ആയതുകൊണ്ട് തന്നെ S എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വിലയും അങ്ങനത്തെ അതിന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. സോ എന്തായാലും നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ പെട്ടി തുറക്കുമ്പോൾ ഓക്കെ, ഇവിടാണ് ഫോൺ വരുന്നത്. ഏറ്റവും ടോപ്പ് സൈഡിൽ തന്നെ ഫോണുണ്ട്. ഫോൺ നമുക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അടിയിലോട്ട് വരുമ്പോൾ അകത്ത് ചെറിയൊരു ബോക്സ് ആണ്. ആ ബോക്സിനുള്ളിൽ നമുക്ക് പേപ്പർ വർക്ക്സും ചാർജിങ് കേബിളും നമുക്ക് ലഭിക്കും. ടൈപ്പ് C to C കേബിളാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു സിം ഇജക്ഷൻ പിന്നെ നമുക്ക് ലഭ്യമാണ്. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തൽക്കാലത്തേന് അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഫോണിലോട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഫോണിലോട്ട് വരുമ്പോൾ ഇതാണ് ഫോണ്. പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് നൈസായിട്ട് ഇത് പൊട്ടിക്കാം. ഓക്കെ, ഇതാണ് ഫോണ്. ലാവൻഡർ കളറാണിത്. ഫോണിന്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ 3 ക്യാമറ സെറ്റപ്പ് ആണ്. പിന്നെ ഇവിടെ ഒരു ഫ്ലാഷ് ഉണ്ട്. ടോപ്പ് സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഒരു പവർ ബട്ടണും വോളിയം റോക്കേഴ്സും റൈറ്റ് സൈഡിലാണ്. ഡൗൺ സൈഡിലോട്ട് വരുമ്പോൾ ഒരു ടൈപ്പ് C പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, അതുപോലെ തന്നെ സിം ട്രേയും. ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിന്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണെങ്കിലും ഫ്രെയിം വരുന്നത് അലൂമിനിയം ഫ്രെയിം ആണ്. സോ ബിൽഡ് ക്വാളിറ്റി വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് നൈസായിട്ട് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫോൺ ഫുള്ളി എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഇപ്പം അങ്ങോട്ട് ഓൺ ചെയ്തതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇതിന്റെ ഓവർവ്യൂ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഡിസ്പ്ലേ വരുന്നത് 6.4 ഇഞ്ച് ഫുൾ HD പ്ലസ് 120 Hz ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്കറിയാം സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആണ്, വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഫ്രണ്ടിൽ അതുപോലെ ഒരു ഹോൾ പഞ്ച് ക്യാമറയാണ് വരുന്നത്. 1200 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ്. അതുപോലെ തന്നെ 240 ഹെർട്സിന്റെ തന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്, HDR10+ന്റെ സപ്പോർട്ട് ഉണ്ട്. സോ ഡിസ്പ്ലേ വൈസ് ഈ ഒരു ഫോണിന് ഒരു കുറവ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആണ്, നല്ല ഡിസ്പ്ലേ ആണ്, സൂപ്പർ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ്, അലൂമിനിയം ഫ്രെയിം ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസിലോട്ട് വരുമ്പോൾ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നല്ല ടഫർ അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഫ്രണ്ടിലും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിന്റെ ക്യാമറയുടെ സൈഡിലോട്ട് വരുമ്പോൾ 3 ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. മെയിൻ ക്യാമറ 12 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയാണ് വരുന്നത് വിത്ത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അൾട്രാ വൈഡിലോട്ട് വരുമ്പോഴും 12 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആണ്. മൂന്നാമത് നമുക്കൊരു ക്യാമറ 8 മെഗാ പിക്സലിന്റെ 3x ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. സോ 3 ക്യാമറയും നമുക്ക് പ്രയോജനം തരുന്ന 3 ക്യാമറകളാണ്. ടെലിഫോട്ടോയിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ഉണ്ട്. ഫ്രണ്ട് ക്യാമിലോട്ട് വരുമ്പോൾ 32 മെഗാ പിക്സലിന്റെ ആണ് ഫ്രണ്ട് ക്യാം വരുന്നത്. ഇതിന്റെ വീഡിയോ കേപ്പബിലിറ്റിയിലോട്ട് വരുമ്പോൾ ബാക്ക് സൈഡിൽ നമുക്ക് 4K 60 FPS വരെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലും നമുക്ക് 4K 60 FPS വരെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. സോ ക്യാമറ വൈസ് നമുക്കറിയാം സാംസങ്ങിൽ മാത്രമേ ഈ 4K ഫ്രണ്ട് ക്യാമിൽ 4K ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പല ഫോണിലും പല ചൈനീസ് ഫോണുകളിലും ഇപ്പോഴും ഇതൊന്നും പറ്റത്തില്ല. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ക്യാമറ തന്നെയാണ് വരുന്നത്. ഇനി ഈ ഒരു ഫോണിന്റെ ചിപ്സെറ്റിന്റെ സൈഡിലോട്ട് വരുമ്പോൾ സാംസങ്ങിന്റെ തന്നെ Exynos 2100 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് തന്നെയാണ്. 5G ചിപ്സെറ്റ് ആണ്. 12 5G ബാൻഡുകളുടെ സപ്പോർട്ട് ഉണ്ട്. കാരിയർ അഗ്രിഗേഷന്റെ സപ്പോർട്ട് ഉണ്ട്. 8GB 128GB വേരിയന്റ് ആണിത്. സോ 128GB നമുക്ക് എത്ര GB ഫ്രീ സ്പേസ് കിട്ടും എന്ന് നമുക്ക് നോക്കാം. സ്റ്റോറേജിലോട്ട് വരുമ്പോൾ 101GB നമുക്ക് ഫ്രീ സ്പേസ് ഉണ്ട്. 8GB 128GB വേരിയന്റ് ആണിത്. ഇതിന്റെ ഒരു 8GB 256 വേരിയന്റും അവൈലബിൾ ആണ്. LPDDR5 ആണ് റാം. UFS 3.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. ഇനി ഇതിന്റെ ബാറ്ററിയിലോട്ട് വരുമ്പോൾ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിന്റെ ആണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 15 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 ഫോൺ വരുന്നത്. പക്ഷേ ഈ ഒരു ഫോൺ ഇപ്പോൾ ആൻഡ്രോയിഡ് 13 ഓൾറെഡി
അപ്ഡേറ്റഡ് വേർഷനായിട്ട് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം അതെ ആൻഡ്രോയിഡ് 13 വരുന്നത്. ആൻഡ്രോയിഡ് 12 നോർമലി ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത്. 4 വർഷത്തെ OS അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും കമ്പനി ഓഫർ ചെയ്തിട്ടുണ്ട്. സോ അപ്ഡേറ്റ്സിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പങ്ങളുമില്ല. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നമുക്കറിയാം OneUI ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് സോഫ്റ്റ്വെയർ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ ആയതുകൊണ്ട് തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ആണ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത്. അതുപോലെ തന്നെ സാംസങ്ങിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. IP68 ഒരു വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയേണ്ട സാംസങ്ങിന്റെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഇനി ഈ ഒരു ഫോണിന്റെ പ്രൈസിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഫോൺ റിലീസ് ആയ സമയത്ത് 55K 55,000 രൂപയായിരുന്നു ബേസ് വേരിയന്റിന് വരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഫ്ലിപ്കാർട്ടിൽ ഓഫർ സമയത്ത് 35,000 അല്ലെങ്കിൽ 32,000 ചിലപ്പോൾ കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതിലും കുറച്ച് 30,000 29,000 വരെ നമുക്ക് അവൈലബിൾ ആകും. ഈ ഒരു ഫോൺ ഞാൻ പർച്ചേസ് ചെയ്തത് 29,000 രൂപയ്ക്കാണ് കാർഡിന്റെ ഓഫറും എല്ലാം വെച്ച്. സോ 29,000 രൂപയ്ക്ക് സാംസങ്ങിന്റെ നല്ലൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് എടുത്തു പറയാം S21 FE ഗാലക്സി S21 FE ആയിരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ആ ഒരു പ്രൈസിന് വേർത്ത് ആയിട്ടുള്ള സാംസങ്ങിന്റെ ഒരു ഫോൺ തന്നെയാണ് ഗാലക്സി S21 FE. സോഫ്റ്റ്വെയർ ആയാലും ഫീച്ചേഴ്സ് ആയാലും S സീരീസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പക്ക സ്മൂത്ത് പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നത്. ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ഞാൻ പുറത്തോട്ട് എടുത്തപ്പോൾ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഫോൺ പിടിക്കാനാണേലും നല്ല കംഫർട്ടാണ്. കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോൺ തന്നെയാണ്. നമുക്കറിയാം 6.4 ഇഞ്ച് ആണെങ്കിലും കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോം ഫാക്ടറാണ് വന്നിരിക്കുന്നത്. ക്യാമറയുടെ സൈഡിലോട്ട് വന്നാലും 3 ക്യാമറയും നല്ല 3 ക്യാമറകളാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ആയിരിക്കും ഏറ്റവും നല്ലത്. വീഡിയോ കേപ്പബിലിറ്റി ആയാലും ഫോട്ടോ കേപ്പബിലിറ്റി ആയാലും ഏറ്റവും ബെസ്റ്റ് തന്നെ എന്ന് ഞാൻ പറയും. ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു അൺബോക്സിംഗ് ആണ് നോക്കിയത്. സാംസങ്ങിന്റെ ഗാലക്സി S21 FE ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആണ് നോക്കിയത്. നിങ്ങൾക്ക് ഈ ഫോണിനെ പറ്റി എന്തെങ്കിലും അറിയാനോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. 30,000 രൂപയ്ക്ക് നിങ്ങൾ നല്ലൊരു സാംസങ്ങിന്റെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും സാംസങ് ഗാലക്സി S21 FE. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ജെറി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.